ഹലോ ഫ്രണ്ട്സ്, ജീവിതത്തിൽ ഇഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ഭയപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കുറച്ചു നേരം ഈ വാക്കുകളൊന്ന് കേൾക്കൂ. നമ്മൾ മറ്റൊരാളെ ഭയക്കുന്നതെന്തിന്? നമുക്ക് അത്യാവശ്യമായി അറിയേണ്ട വിവരങ്ങൾ മറ്റൊരാളോട് ചോദിച്ചറിയാൻ എന്തിനാണ് നമ്മൾ ഭയക്കുന്നത്? അവർ ഏത് പദവിയിലിരിക്കുന്ന ആളാണെങ്കിലും നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് അയാൾ ഉത്തരം പറയാൻ കടപ്പെട്ടവനാണെങ്കിൽ എന്തിന് നമ്മൾ ചോദിക്കാൻ മടിക്കണം? അയാളെ ഭയക്കാൻ നമ്മൾ അയാളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിരിക്കെ എന്താണ് ഈ ഭയത്തിന് കാരണം? മാതൃഭാഷയിൽ തന്നെ അദ്ദേഹത്തോട് സംസാരിക്കാം എന്നിരിക്കെ ഭാഷ അറിയില്ല എന്ന പ്രശ്നമല്ല. പിന്നെ എന്താണ് പ്രശ്നം? സ്വയം ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കാൻ കഴിവില്ല എന്ന ആത്മവിശ്വാസക്കുറവാണ് അതിന് കാരണം. ഇങ്ങനെ ആത്മവിശ്വാസത്തിൽ കുറവുണ്ടാകാൻ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെയായിരിക്കാം കാരണം. ഇങ്ങനെയുള്ളവർക്ക് ആ മറ്റൊരാളുമായുള്ള സംഭാഷണം പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള പ്രവണതയുമുണ്ടാകും. പിന്നീടാണ് ഓരോ കാര്യങ്ങൾ അയാളോട് ചോദിക്കാൻ വിട്ടുപോയി എന്ന് മനസ്സിലാക്കുക. അതും മറ്റുള്ളവർ പറയുമ്പോഴാണ് അതിനെപ്പറ്റി ഗൗരവമായി ചിന്തിക്കുക. അഥവാ സ്വയം തോന്നിയാലും അത് സാരമില്ല എന്ന് സ്വയം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാനും ഇവർ ശ്രമിക്കും. കാരണം മറ്റുള്ളവരുമായുള്ള സംഭാഷണം എപ്പോഴും ഇവർക്ക് ഒരു ഡേഞ്ചർ സോൺ ആണ് എന്ന വിചാരമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായുള്ള കമ്മ്യൂണിക്കേഷൻ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് എലോണായി സേഫായിട്ടിരിക്കാൻ ഇവർ ശ്രമിക്കും. പക്ഷേ ഈ സേഫ് സോണിൻ്റെ അതിർത്തികളെ ലംഘിച്ചുകൊണ്ട് മറ്റുള്ളവരുമായി ശരിയായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷന് സാധിച്ചാൽ മാത്രമേ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടു പോകുകയുള്ളൂ. അതുകൊണ്ട് ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. നിങ്ങളുടെ കയ്യിലും വളരെ മനോഹരമായ ശുദ്ധമായ ഭാഷയുണ്ട്. ആ ഭാഷയിൽ മറവില്ലാതെ സംസാരിക്കുക. പിന്നെ ഏതു ടോണിൽ സംസാരിക്കണം എന്നൊരാശങ്കയുണ്ടാകാം. കാര്യത്തിൻ്റെ ഗൗരവമനുസരിച്ച് അതിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ട് തന്നെ സംസാരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി.